മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പെണ്ണിലും മണ്ണിലും പന്നലില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും നല്ല സൗന്ദര്യമുണ്ട്, നല്ലവരാണ്, നല്ല സ്വഭാവമാണ്. അതുപോലെ ഇതുപോലെ തന്നെയാണ് മണ്ണിനും. അതുകൊണ്ടാണ് മണ്ണിനും പെണ്ണിനും പന്നലില്ല എന്ന് പറയുന്നത്. മോശപ്പെട്ടതില്ല, എല്ലാം നല്ലതാണെന്നർത്ഥം. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കാണാൻ നടക്കുന്നത് ആൾക്കാർ? കാരണവന്മാരൊക്കെ ഇങ്ങനെ പെൺപിള്ളേരെ തേടി നടക്കും. അവരുടെ മക്കൾക്കോ മരുമക്കൾക്കോ മറ്റോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ചിന്തിച്ചാൽ നമുക്കും മനസ്സിലാവും, സംശയം തോന്നും. എന്നാലും സംഗതി സംശയിക്കാനൊന്നുമില്ല. അത് തന്നെയാണ്. അതായത് മനുഷ്യ ശരീരഘടനയിൽ പരസ്പരം ചേർച്ചയുള്ളതാണോ എന്നാണ് ഇവർ നോക്കുന്നത്. അതിന് ടേപ്പും മുഴക്കോലും ഒന്നും കൊണ്ടുപോയി പരിശോധിക്കാൻ പറ്റത്തില്ല. അതിന് കണ്ണുകൊണ്ടാണ് അളക്കുന്നത്. കണ്ണുകൊണ്ട് തന്നെ അളക്കും. അളന്നിട്ട് തീരുമാനത്തിലെത്തും. അതാണ് മനുഷ്യൻ്റെ കണ്ണിന് അത്ര ഒരു ശക്തിയുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഈ ശരീരഘടനയുടെ അളവ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്നതാണോ, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഭൂമിയെക്കുറിച്ചും. ഭൂമിയെ തേടുന്നതും അങ്ങനെയാണ്. ഭൂമി നോക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഭൂമി പോയി നോക്കുമ്പോൾ ആ ഭൂമിയുടെ വിവരങ്ങളെല്ലാം അവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ണുകൊണ്ട് അളന്നെടുക്കുന്ന വിദ്യയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് മനുഷ്യ ശരീരഘടനയ്ക്ക് ഒരു മാനദണ്ഡം ഉണ്ട്. അത് ഓരോരുത്തരുടെയും തലയുടെ അളവ് ആണ്. തലയുടെ ഉച്ചി മുതൽ താടിയുടെ കീഴറ്റം വരെയുള്ള നീളം ആണ്. ഇത് നോക്കുന്നത് വശങ്ങളിലൂടെയാണ്. താടിയിൽ ഒരു സ്കെയിൽ ഹൊറിസോണ്ടലായി വയ്ക്കുക. തലയിലും അതുപോലെ ഹൊറിസോണ്ടലായി ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പെൻസിലോ വല്ലതും വെച്ചാൽ മതിയാകും. ഇവ തമ്മിലുള്ള അകലം നമ്മുടെ ചെവിയുടെ അടുത്തുകൂടി സൈഡ് വശം വഴി രണ്ട് സ്കെയിലുകളും തമ്മിലുള്ള അകലം അളന്ന് നോക്കുക. ആ അളവിൻ്റെ 7.5 ഇരട്ടിയായിരിക്കും അയാളുടെ ആകെ ഉയരം. സാധാരണ മനുഷ്യൻ്റെ തലയുടെ നീളം 9 ഇഞ്ച് ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ 7.5 ഇരട്ടി എന്നാൽ 66.5 ഇഞ്ച് വരും. അതായത് 7 9 63 7.5 3.5. അപ്പോൾ 63 3.5 66.5 ഇഞ്ച്. ഇത് ചില ആളുകൾക്ക് തലയുടെ നീളത്തിൻ്റെ അതിൻ്റെ യൂണിറ്റ് അളവെന്നാണ് പറയുന്നത്. ഈ ഒരു യൂണിറ്റ് അളവിൻ്റെ 8 ഇരട്ടി ഉണ്ടാവും. അത് സാധാരണ ആളുകളല്ല, അവർക്ക് നീളം കൂടുതലുണ്ടായിരിക്കും. അത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ അങ്ങനെയുള്ളവരുണ്ട്. ശരീരം പൊതുവേ പറഞ്ഞാൽ പുരുഷന്മാരുടെ ശരീരത്തിൻ്റെ ഉയരത്തേക്കാൾ അല്പം കുറവായിരിക്കും എപ്പോഴും സ്ത്രീകൾക്കുള്ളത്.
ഈ സാധാരണയുള്ള ആളുകളുടെ 9 ഇഞ്ച് എന്ന് പറയുന്നത് മറ്റ് ശരീരഭാഗങ്ങളിലെ എല്ലാ അവയവങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതായത് കാൽപാദം കൃത്യം 9 ഇഞ്ച് തന്നെ ആയിരിക്കും. കൈവിരലുകൾ ഒരു മേശപ്പുറത്ത് നിവർത്തി വച്ചാൽ തള്ളവിരലിൻ്റെ അഗ്രം മുതൽ പെരുവിരലിൻ്റെ അഗ്രം വരെയും ഈ 9 ഇഞ്ച് തന്നെ ആയിരിക്കും. കൈകൾ രണ്ടും വശങ്ങളിലേക്ക് നിവർത്തി ഇടതു കൈയിലെ പെരുവിരലിൻ്റെ അഗ്രം മുതൽ വലതു കൈയുടെ പെരുവിരലിൻ്റെ അഗ്രം വരെ നെഞ്ചിലൂടെ ടേപ്പ് നീളത്തിൽ പിടിച്ച് നോക്കൂ. അതും 5 അടി 6.5 ഇഞ്ച് തന്നെയാണ്. അതായത് 66.5 ഇഞ്ച് തന്നെ. ഇങ്ങനെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തമ്മിൽ ഈ തലയുടെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തമ്മിലുള്ള ചേർച്ച കണ്ണുകൊണ്ട് അളക്കുവാനാണ് ഈ ആൾക്കാർ, അതായത് കാരണവന്മാർ, പെണ്ണിനെ കാണുവാനായി പോകുന്നത്. അതുപോലെ ആണിനും. അതിൽ സ്ത്രീക്കും പുരുഷനും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതുപോലെ തന്നെയാണ് ഭൂമിക്കും ഉള്ളത്. സ്ഥലത്തുകൂടി വീക്ഷിക്കുമ്പോൾ അവിടെ പ്രകൃതിയുടെ സൗകര്യങ്ങൾ, സൂര്യപ്രകാശം, കാറ്റിൻ്റെ വരവ്, ഭൂമിയുടെ കിടപ്പ്, വെളിച്ചം കിട്ടാനുള്ള സാധ്യത, ഒരിക്കലും നഷ്ടപ്പെടാതെ മറവ് വരാതിരിക്കത്തക്കവണ്ണമുള്ള സാധ്യത, ആ തെളിച്ചം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനെ മാനദണ്ഡമായി കണക്കാക്കി നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളുമായി ഇത് എത്രത്തോളം ചേരും എന്ന് കണക്കാക്കുന്നതാണ് ഈ ഭൂമി നോക്കാൻ പോകുന്നത്. അതായത് ആ ഭൂമിയിൽ ഒരു വീട് വെച്ചാൽ പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കുകയും കിഴക്ക് ഭാഗം അല്പം താഴ്ന്നിരിക്കുന്നതും ആയ ഭൂമിയുടെ ഉടമയെ ധനവാനാക്കും എന്നാണ് പറയുന്നത്. കിഴക്ക് വശം ഉയർന്നിരിക്കുകയും പടിഞ്ഞാറ് വശം താഴ്ന്നിരിക്കുകയും ചെയ്താൽ ആ ഉടമ ഒന്നുമില്ലാത്തവനായി മാറുമെന്നും പറയുന്നു. വടക്കേ ദിക്ക് ഉയർന്നും തെക്ക് താഴ്ന്നും ഇരുന്നാൽ കുടുംബനാഥന് ചില്ലറ ദോഷങ്ങളൊക്കെ ഉണ്ടാകാം എന്നും കാണുന്നു. തെക്ക് വശം ഉയർന്നും വടക്ക് താഴ്ന്നും ഇരുന്നാൽ അവിടെ താമസിക്കുന്നവർക്ക് സൗഭാഗ്യങ്ങൾ ധാരാളം ഉണ്ടാകുമെന്നും പറയുന്നു. അതുകൊണ്ട് വീട് വയ്ക്കുന്ന സ്ഥലം തീരുമാനിക്കുമ്പോൾ ഇതൊന്നു മനസ്സിൽ കരുതിയാൽ നന്നായിരിക്കും. ഈ കരുതൽ നമുക്ക് ദോഷമൊന്നും വരുത്തുകയില്ല എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ പറയുവാൻ. അതെല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതിനോടൊപ്പം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഏവർക്കും നന്ദി.